ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി കഞ്ചാവ് തേടിയെത്തിയ പോലീസിനെ കണ്ടോടി 21-കാരന്റെ വീട്ടിൽ നിന്ന് തോക്കും മാരകായുധങ്ങളും പിടികൂടി. പിടിയിലായത് ലഹരി കേസുകളിലെ പ്രതിയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വലിയറത്തല കൊണ്ടോടി സ്വദേശി അജിത്താണ് പോലീസിന്റെ പിടിയിലായത്. ശരീരപരിശോധനയിൽ ലഹരി സാധനങ്ങൾ കിട്ടിയില്ലെങ്കിലും യുവാവിന്റെ മുറിയിൽ നടത്തിയ പരിശോധനയിൽ തോക്കും മാരകായുധങ്ങളും കണ്ടെടുത്ത തോക്ക് എയർഗൺ വിഭാഗത്തിലുള്ളതാണെങ്കിലും ജാർഖണ്ഡിൽ നിർമ്മിച്ചതാണെന്നാണ് നിഗമനം. ക്ലോസ് റേഞ്ചിൽ ജീവന് തന്നെ ആപത്തുണ്ടാക്കുന്ന തോക്കാണെന്ന് പോലീസ് പറഞ്ഞു. ആയുധങ്ങൾ എന്താവശ്യത്തിനാണ് ശേഖരിച്ചതെന്ന് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. MDMA ഉൾപ്പെടെയുള്ള മാരക ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന പ്രതിക്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഗഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളെ പറ്റിയുള്ള വിവരം കിട്ടുകയും ആ വീട്ടിൽ പോലീസ് പാർട്ടി പോയതിൽ നമ്മൾ അവിടെ പരിശോധന നടത്തുന്ന സമയത്ത് നമുക്ക് ഇന്നത്തെ ദിവസം അയാളിൽ നിന്ന് പ്രത്യേകിച്ച് ഗഞ്ച കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ അയാൾ ആക്റ്റീവ് യൂസറാണ്. അയാളുടെ കൺഫെഷൻ തന്നെ അതുണ്ട്. അയാളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ മൂർച്ചയുള്ള ആംസ് ആക്ട് ഇത് പ്രകാരമായിട്ട് പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ആയുധമായ വാള്, അതുപോലെ എയർ ഗണ്ണ്, പിന്നെ ഒരു ചെറിയ കത്തി, ഈ 3 സാധനങ്ങൾ അയാളുടെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളുടെ പേരെന്ന് പറഞ്ഞാൽ മലയൻകീഴ് വില്ലേജിൽ മറുകിൽ എന്ന് പറയുന്ന ദേശത്തെ വലിയറത്തല കൊണ്ടോടി കിഴക്കുംകര പുത്തൻ വീട്ടിൽ അജിത്ത് എന്നാണ്. അച്ഛൻ്റെ പേര് റജി. 22 വയസ്സുള്ള യുവാവാണ്. അയാളെ ഞങ്ങൾ ഇന്ന് ആംസ് ആക്ട് പ്രകാരമായിട്ട് അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കൂടാതെ മറ്റ് 2 കേസുകൾ കൂടി ഇന്നത്തെ ദിവസം ഞങ്ങൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കേസുകൾ ഞങ്ങൾ ഡിറ്റക്ട് ചെയ്യുന്നതായിരിക്കും. കൊട്ടേഷൻ ഉൾപ്പെടെയുള്ള സംഘങ്ങളുമായി പ്രതിയുടെ ബന്ധം പോലീസ് അന്വേഷിക്കുകയാണ്. 2 ദിവസം മുൻപ് സമാന രീതിയിൽ പോലീസിന്റെ വലയിൽ പ്രതി പെട്ടെങ്കിലും രക്ഷപ്പെട്ടിരുന്നു. പിടികൂടിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.